പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇപ്പോൾ ദേവബാലയുടെ മുന്നിൽ അഭിഷേകും ഇഷയുടെ കൂടെ നിൽക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. ഇപ്പോൾ ദേവബാലയ്ക്ക് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ്. അപ്പോഴാണ് അഭിഷേകിന്റെ സുഹൃത്തായ പോലീസ് കൂടി അഭിഷേകിന് സപ്പോർട്ടുമായി വരുന്നത്. ഇഷയ്ക്കും അഭിഷേകിനും ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറായി നിന്നത് തിരിച്ചടിയാവുകയാണ് ദേവബാലയുടെ പ്രതീക്ഷകൾക്ക്. ഇതോടെ ദേവബാല ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചുപോയിരിക്കുകയാണ്. വിട്ടുകൊടുക്കാൻ പറ്റുകയുമില്ലല്ലോ. ഇതിനിടയിൽ സ്വത്തുക്കളെല്ലാം തിരികെ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇഷയ്ക്ക് ഈ കാര്യം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഡോക്യുമെന്റ്സ് എല്ലാം തിരികെ ലഭിച്ചതിനെ തുടർന്ന് നീക്കങ്ങൾ ശക്തമാക്കുന്ന ഇഷ ഡിവോഴ്സിന് വേണ്ടിയുള്ള നീക്കത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിവാഹത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും എടുത്ത് കത്തിച്ചു കളയുന്ന അവൾ ഇനിയൊരിക്കലും എൻ്റെ ജീവിതത്തിൽ രാഹുലിന് സ്ഥാനമുണ്ടായിരിക്കുകയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹന്. മാത്രവുമല്ല, ഇതോടെ പൂർണ്ണ പിന്തുണയുമായി തിരികെ വരികയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഡിവോഴ്സ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിവാഹത്തിൽ നിന്ന് ഇഷയ്ക്ക് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.